Hello everyone. യെസ് സാറ്റ് എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ നമ്മുടെ നെക്സ്റ്റ് സാറ്റ് എക്സാം May 26 സൺഡേ ആണ് നടക്കുന്നത്. സോ 100% സ്കോളർഷിപ്പോടെ സൈലത്തിൽ പഠിക്കാനുള്ള നിങ്ങളെ ഒരു അവസരം നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നില്ല എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങളുടെ ഈ എക്സാം സെൻറ്റേഴ്സുകൾ കേരളത്തിൽ എവിടെയൊക്കെയാണെന്ന് പറയാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ആലപ്പുഴ സെൻറ്ററിൽ മെയിൻലി ഫസ്റ്റ് ഓഫ് ഓൾ SDV ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളാണ് നമ്മുടെ ഫസ്റ്റ് സെൻറ്റർ. അതേപോലെ തന്നെ ചേർത്തലയിലേക്ക് വരുന്ന സമയത്ത് സെൻറ്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂൾ, ദെൻ പള്ളിപ്പാടിലേക്ക് വരുന്ന സമയത്ത് ഹോളി ഏഞ്ചൽസ് പബ്ലിക് സ്കൂൾ. ഇത് 3 സെൻറ്റേഴ്സുമാണ് നമ്മുടെ ആലപ്പുഴയിലുള്ളത്. ദെൻ നമ്മൾ മൂവ് ചെയ്യുന്നത് ഇടുക്കിയിലേക്കാണ്. ഇടുക്കിയിൽ നമ്മൾ ഒരു സെൻറ്ററിലാണ് നടത്തുന്നത്. ഇടുക്കി കട്ടപ്പനയിലാണ് നമ്മുടെ സെൻറ്റർ. വേർ സെൻറ്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ കട്ടപ്പനയാണ് നമ്മുടെ ഇടുക്കിയിലുള്ള സെൻറ്റർ. പിന്നെ നമ്മൾ മൂവ് ചെയ്യുന്നത് കണ്ണൂരാണ്. കണ്ണൂരും നമുക്കൊരു സെൻറ്ററാണ്. കണ്ണൂർ തലശ്ശേരിയാണ് നമ്മുടെ എക്സാം നടത്തുന്നത്. അത് സൈലത്തിൻ്റെ ട്യൂഷൻ സെൻറ്റർ തലശ്ശേരിയാണ്. നിയർ ബസ് സ്റ്റാൻഡിന് അടുത്തുള്ള നമ്മുടെ ട്യൂഷൻ സെൻറ്റർ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമായിരിക്കും. അവിടെ വെച്ചാണ് നമ്മുടെ കണ്ണൂർ നടക്കുന്ന സാറ്റ് എക്സാമിൻ്റെ സെൻറ്റർ. ദെൻ നമ്മൾ മൂവ് ചെയ്യുന്നത് കാസർഗോഡാണ്. കാസർഗോഡ് നമ്മുടെ സെൻറ്റർ കാഞ്ഞങ്ങാടാണ്. കാഞ്ഞങ്ങാട് ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂൾ വെച്ചാണ് നമ്മുടെ സാറ്റ് എക്സാമിൻ്റെ എക്സാം സെൻറ്റർ നടക്കുന്നത്. അതേപോലെ തന്നെ കൊല്ലത്തിലേക്ക് വരുമ്പോഴും കൊല്ലത്തും ഒരു സെൻറ്ററാണ്. കൊല്ലത്ത് ഫാത്തിമ മാത നാഷണൽ കോളേജാണ്. ദെൻ കോട്ടയത്തേക്ക് വരുന്ന സമയത്ത് കോട്ടയത്ത് 2 സെൻറ്റർ ഉണ്ട്. ഒന്ന് കോട്ടയം ടൗണിലും ഒന്ന് ഈരാറ്റുപേട്ടയിലും. കോട്ടയം ടൗണിൽ നമ്മുടെ ഗിരിദീപം വേദനി സെൻട്രൽ സ്കൂളാണ്. രണ്ടാമത് ഈരാറ്റുപേട്ടയിലേക്ക് വരുന്ന സമയത്ത് ഈരാറ്റുപേട്ടയിൽ നമ്മുടെ സെൻറ്റർ മുസ്ലിം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. ദെൻ നേരെ നമ്മൾ കോഴിക്കോട് വരുന്നു. കോഴിക്കോട് വരുന്ന സമയത്ത് നിങ്ങൾക്കറിയാം കോഴിക്കോടാണ് ഏറ്റവും കൂടുതൽ ഹൈബ്രിഡ് സെൻറ്റേഴ്സും കൂടുതൽ സൈലം ട്യൂഷൻ സെൻറ്റേഴ്സും ഉള്ളത്. സോ 4 സെൻറ്റേഴ്സാണ് കോഴിക്കോടുള്ളത്. ഈ 4 സെൻറ്റേഴ്സും സൈലം സെൻറ്റേഴ്സുകൾ തന്നെയാണ്. വേർ സൈലം സെൻറ്റർ ഒന്ന് മാനാഞ്ചിറ ട്യൂഷൻ സെൻറ്റർ, ഒന്ന് കൊയിലാണ്ടിയിലെ ട്യൂഷൻ സെൻറ്റർ, അതേപോലെ തന്നെ ഒന്ന് പേരാമ്പ്ര ട്യൂഷൻ സെൻറ്റർ, ഒന്ന് നാദാപുരം ട്യൂഷൻ സെൻറ്റർ. ഈ 4 ട്യൂഷൻ സെൻറ്റർ സൈലത്തിൻ്റെ ട്യൂഷൻ സെൻറ്ററിൽ വെച്ചാണ് കോഴിക്കോട് നമ്മുടെ എക്സാം നടക്കുന്നത്. ദെൻ നമ്മൾ മൂവ് ചെയ്യുന്നത് മലപ്പുറത്തേക്കാണ്. മലപ്പുറത്ത് 2 സെൻറ്ററിൽ വെച്ചാണ് നമ്മുടെ എക്സാം നടക്കുന്നത്. ഒന്ന് പ്രസൻറ്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ പെരിന്തൽമണ്ണയും ഒന്ന് സൈലം ട്യൂഷൻ സെൻറ്റർ മഞ്ചേരി. പിന്നെ നമ്മൾ മൂവ് ചെയ്യുന്നത് പാലക്കാടാണ്. പാലക്കാട് നമുക്ക് ഒരു സെൻറ്ററാണുള്ളത്. അത് പാലക്കാട് സൈലം ട്യൂഷൻ സെൻറ്റർ തന്നെയാണ്. പാലക്കാടുള്ള നമ്മുടെ സൈലം ട്യൂഷൻ സെൻറ്ററിൽ വെച്ചാണ് അവിടെ പാലക്കാട് സെൻറ്ററിലത്തെ എക്സാം നടക്കുന്നത്. ദെൻ പത്തനംതിട്ടയിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് പത്തനംതിട്ടയിൽ ഒരു സെൻറ്ററാണ്. അത് തിരുവല്ല ടൗണിലുമാണ്. തിരുവല്ല ടൗണിൽ നമ്മുടെ SCS ഹയർ സെക്കൻഡറി സ്കൂളാണ്. തൃശ്ശൂർ സെൻറ്ററിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് 2 സെൻറ്റേഴ്സാണ് ഉള്ളത്. ഒന്ന് തൃശ്ശൂർ ടൗണിലുള്ള സാക്രഡ് ഹാർട്സ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളും ഒന്ന് മാള സെൻറ്ററാണ്. അവിടെ നമുക്ക് വിജയഗിരി പബ്ലിക് സ്കൂൾ വെച്ചാണ്, മാള സ്ഥലത്ത് നിന്നുള്ള വിജയഗിരി പബ്ലിക് സ്കൂൾ വെച്ചാണ് നമ്മുടെ സെൻറ്റർ. ദെൻ നമ്മൾ ട്രിവാൻഡ്രത്ത് വരുന്ന സമയത്ത് കോഴിക്കോടുള്ള പോലെ തന്നെ 4 സെൻറ്റേഴ്സ് ട്രിവാൻഡ്രത്തുണ്ട്. ഒന്ന് ട്രിവാൻഡ്രം സിറ്റിയിലുള്ള സൈലം ഓഫ്ലൈൻ സെൻറ്ററാണ്. ദെൻ ആറ്റിങ്ങലുള്ള ശ്രീഗോകുലം പബ്ലിക് സ്കൂളാണ്. ഒന്ന് കിളിമാനൂരുള്ള MGM ഇൻ്റർനാഷണൽ സ്കൂളാണ്. 4ാമത് നെടുമങ്ങാടുള്ള ദർശന ഹയർ സെക്കൻഡറി സ്കൂളാണ്. ദെൻ നമ്മൾ മൂവ് ചെയ്യുന്നത് വയനാടാണ്. വയനാട് നമ്മുടെ കൽപ്പറ്റയിലാണ് നമ്മുടെ സെൻറ്റർ ഉള്ളത്. അത് സെൻറ്റ് ജോസഫ് കോൺവെൻറ്റ് കൽപ്പറ്റ വയനാട് സെൻറ്ററിലാണ്. സോ വയനാട് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് പോകുന്നത് എറണാകുളം ജില്ലയിലേക്കാണ്. എറണാകുളം ജില്ലയിൽ നമുക്ക് ഒരു സെൻറ്ററേ ഉള്ളൂ. ആ സെൻറ്റർ കടവന്തരയാണ്. ദെൻ അവിടെ നമ്മുടെ മാതാനഗർ പബ്ലിക് സ്കൂളിൽ വെച്ചാണ് നമ്മുടെ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. സോ നിങ്ങൾക്കറിയാം എക്സാമിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽ ഞാൻ പറയേണ്ട ഒരു ആവശ്യമില്ല. സമയത്തിൻ്റെ ഒരു സമയം നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. അത് 2 മണി മുതൽ 4 മണി വരെയാണ്. മിനിമം എക്സാം സെൻറ്ററിൽ എത്തുന്ന സമയത്ത് 1 മണിക്കൂർ മുന്നെങ്കിലും നിങ്ങൾ എക്സാം സെൻറ്ററിൽ എത്തുക. ഇനിയും എക്സാം രജിസ്റ്റർ ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യം, ഒന്നെങ്കിൽ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്തിട്ട് എക്സാമിന് രജിസ്ട്രേഷൻ ഉറപ്പുവരുത്തുക. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ കയറി എക്സാം രജിസ്റ്റർ ചെയ്യുക. എന്തായാലും എക്സാം ഉറപ്പുവരുത്തുക. ബിക്കോസ് 100% സ്കോളർഷിപ്പോട് കൂടി സൈലത്തിൽ പഠിക്കാനുള്ള ഒരു അവസരം നിങ്ങൾ മിസ്സാക്കരുത്. ഈ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. സോ ഓൾ ദ വെരി ബെസ്റ്റ് ഗൈസ്. ബൈ.